ഹായ്, ഫേസ്ലെസ് ആണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കുറെ ആസ്വദിച്ച് കണ്ട ഒരു മൂവിയാണ് കിഷ്കിന്ധകാണ്ഡം. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ കുറേ പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറി പറ്റിയ ഒരു പടമാണ് ഈ കിഷ്കിന്ധകാണ്ഡം. ഇത് ശരിക്കും ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമയിൽ ത്രില്ലർ സിനിമകൾക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടാണ് കിഷ്കിന്ധകാണ്ഡം നിൽക്കുന്നത്. അപ്പോൾ ദി ബെസ്റ്റ് എന്ന് പറയുന്ന ആ മൂവിയെ കുറിച്ച് ഒരു അവലോകനമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഇത് ശരിക്കും ഓഡിയൻസ് പെർസ്പെക്റ്റീവില് നമ്മൾ അതിലെ തന്നെ ഒരു ക്യാരക്ടറായ അപർണയിലൂടെയാണ് ഈ കഥ നമ്മൾ കാണുന്നത്. അപർണയിൽ തുടങ്ങി അപർണ പറഞ്ഞ് അവസാനിക്കുന്നിടത്താണ് ഈ കഥ തീരുന്നത്. എനിക്ക് പക്ഷെ സംസാരിക്കാനുള്ളത് ഇതിനകത്തെ ആക്ടേഴ്സിനെ കുറിച്ചൊന്നും അല്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിക്കാനുള്ളത് ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും മനോഹരമായ കാര്യവും ഇതിന്റെ സ്ക്രിപ്റ്റാണ്. ബാക്കി എല്ലാം ഈക്വലി കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഈ സ്ക്രിപ്റ്റിനൊപ്പം ഒന്നും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്രയും മനോഹരമാണ് സ്ക്രിപ്റ്റ്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം 8 ദിവസം കൊണ്ട് എഴുതി തീർത്ത ഒരു കഥയാണിതെന്നാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലർ അലർട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കിഷ്കിന്ധകാണ്ഡം മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കാണണ്ട. നമുക്ക് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു വില്ലനെ കാണാൻ പറ്റില്ല. ഇതിനകത്ത് സാഹചര്യങ്ങളാണ് വില്ലനായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഈ സ്ക്രിപ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു വില്ലൻ ഇല്ലാത്ത മൂവിനെ നമുക്കൊരു വില്ലനെ വെച്ച് കണ്ടു നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ മെയിൻ വില്ലൻ ആരായിരിക്കും എന്ന് ചിന്തിച്ചാലോ? എങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ എനിക്ക് മുന്നിൽ വന്ന വില്ലൻ അജയ് ചന്ദ്രനാണ്. ഇത്രയും ടോക്സിക് ആയ, ഇത്രയും മാനിപ്പുലേറ്റീവായ, ഇത്രയും സെൽഫിഷായ, ഭയങ്കര ക്രൂക്കഡായ ഒരു വില്ലൻ, അതാണ് അജയ് ചന്ദ്രൻ. അതിനുള്ള കാരണങ്ങള് ആദ്യ സീൻ തൊട്ട് അവസാന സീൻ വരെ വ്യക്തമായിട്ട് പ്രകടമാണ്. അതിലൊന്ന്, ആദ്യത്തെ സീനില് അജയ് ചന്ദ്രനോട് പോലീസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതും അജയ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോൾ പോലീസ് വിളിച്ച് പറയുന്നുണ്ട്, ഇതുപോലെ നിങ്ങളുടെ അച്ഛന്റെ ഗൺ സറണ്ടർ ചെയ്യുന്നതിനെ കുറിച്ച് ഇലക്ഷനോടനുബന്ധിച്ച്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ അവിടെ ഇല്ല, അപ്പോ ഇന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പോലീസ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അവിടെ ഇല്ല, വഴി പറഞ്ഞു തരാം. അതുപോലെ അദ്ദേഹം വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഫോൺ അങ്ങനെ യൂസ് ചെയ്യില്ല, ലാൻഡ് ഫോൺ യൂസ് ചെയ്യില്ല, പക്ഷെ ഞാൻ വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ, ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏൽപ്പിക്കണമെന്ന് പറഞ്ഞതല്ലായിരുന്നു. അപ്പൊ കൂടെ അശോകൻ വന്ന് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ദയവ് ചെയ്തൊരു മിസ്സിംഗ് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പൊ നീ എന്തുകൊണ്ട് അത് കേട്ടില്ല? ഇന്നലെ അത് സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നതൊരു പ്രശ്നം ആവില്ലായിരുന്നല്ലോ എന്ന്. ഇതിന് മറുപടിയായിട്ട് ആസിഫ് പറയുന്നുണ്ട്, ഞാൻ അല്ലല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്, അച്ഛനല്ലേ, അച്ഛന്റെ വാശി കാരണം അച്ഛൻ അത് സമ്മതിച്ചില്ല എന്ന്. അപ്പോ അശോകൻ പറയുന്നുണ്ട്, ഇത് അച്ഛന് തന്നെയാണ് കണിയാവുക. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ തോക്കെടുത്ത് മറ്റാരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കെണിയാകുന്ന പരിപാടിയാണെന്നൊക്കെ അശോകൻ പറയുന്നുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഒരു നിഷ്കളങ്കന്റെ മുഖഭാവത്തോടുകൂടി ആസിഫ് പറയുന്നുണ്ട്, അത് അച്ഛനല്ലേ, ഞാൻ എന്ത് ചെയ്യാനാണ്, ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നിട്ട് ആസിഫ് സംസാരിക്കുന്നുണ്ട്. എനിവേസ് അതിനുശേഷം ഇവര് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പോലീസ് അവിടെ സെർച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആസിഫ് അവിടേക്ക് കയറി ചെല്ലുന്നു. വിജയരാഘവൻ അവരുടെ തിരിക്കുകയാണ്. കയറി ചെല്ലുമ്പോൾ പോലീസ് സെർച്ച് ചെയ്തിട്ട് അത് കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. ആസിഫിനോടും പറയുന്നു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങളുടെ അച്ഛന് വാശിയുണ്ടെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല, അത് മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവിടെ ആസിഫ് അലി ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ആസിഫ് അലിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഗണ്ണ് ആ വീട്ടിലുണ്ടെന്ന്. അതിനൊരു കാരണം ഞാൻ പറയുന്നത്, വിജയരാഘവൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് മറ്റൊരാൾ കയറിയ തിരിച്ചറിയുന്ന ആളാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് മറ്റൊരാൾ കയറാൻ ഇഷ്ടപ്പെടാത്ത ആളുമാണ്. അദ്ദേഹത്തിന്റെ സ്വകാര്യതകൾ അദ്ദേഹം അങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വിജയരാഘവനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്ന ഡോക്ടർ, അയാളുമായിട്ട് ചേർന്നുള്ള വിജയരാഘവന്റെ ഫോട്ടോ അത് നമ്മൾ ഹാളിലിരിക്കുന്ന കാണുന്നുണ്ട്. അവിടെ അതിരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം അത് അയാളെ കാണിക്കാൻ വേണ്ടി ആസിഫ് ഒരു എഫോർട്ട് എടുത്തത് ഹാളിൽ വെച്ചു എന്ന് പറയാം. പക്ഷെ ഈ സെയിം ഫോട്ടോ വിജയരാഘവന്റെ മുറിയിലുമുണ്ട്. അത് വളരെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫോട്ടോസ് ഒക്കെ വിജയരാഘവൻ വെച്ച ഫോട്ടോസ് ആയിരിക്കാം. അപ്പോ അത് വിജയരാഘവൻ അല്ല അത് ചെയ്തിരിക്കുന്നത് ആസിഫ് അലിയാണ്. അത് വ്യക്തമായിട്ട് നമുക്കറിയാം. കാരണം വിജയരാഘവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അയാൾക്ക് അറിയാൻ മേലാത്ത ഒരാളുടെ ഫോട്ടോ എടുത്ത് അങ്ങനെ ഒരു ഫോട്ടോ അവിടെ വരേണ്ട കാര്യമില്ല. പക്ഷെ അത് വെച്ചിരിക്കുന്നത് ആസിഫ് അലിയാണ്. ആ ആസിഫ് അലിക്ക് വിജയരാഘവനോടൊപ്പം തന്നെ ആ റൂമിന്റെ മുക്കും മൂലയും അറിയാം. ആ റൂമിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും, പുതുതായിട്ടാണെങ്കിലും നേരത്തെ നടന്നാണെങ്കിലും ഇതെല്ലാം ആസിഫിന് നന്നായിട്ട് അറിയാം. ആ ആസിഫിന് അവിടെ അങ്ങനെ ഒരു ഗൺ ഇരിക്കുന്നത് അറിയില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോ പോലീസ് അവിടേക്ക് എത്തുമ്പോൾ വിജയരാഘവൻ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സാധനമല്ലേ അവിടെ വന്നത്. ഇതൊരു ലൂപ്പാണ്. വിജയരാഘവന്റെ രോഗസംബന്ധമായി വിജയരാഘവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ലൂപ്പിലാണ്. അപ്പൊ ഈ ലൂപ്പിൽ
ആസിഫ് അലിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ, അതില് നകുലന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കാനുള്ള കഴിവ് പോലും നാഗവല്ലിയായി മാറുമ്പോൾ ഗംഗയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് വരുമ്പം ആസിഫിന് വ്യക്തമായിട്ട് അറിയാം ഈ ലൂപ്പില് ഏതൊക്കെ പോയിന്റിലാണ് വിജയരാഘവന്റെ മെമ്മറി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ഏതൊക്കെ പോയിന്റിലാണ് വിജയരാഘവന്റെ മെമ്മറി വീക്ക് ആയിട്ട് നിൽക്കുന്നതും, അതും ഏത് പോയിന്റിലാണ് വിജയരാഘവൻ റിയാലിറ്റിനെ ടച്ച് ചെയ്ത് വരുന്നതെന്നും ഏത് പോയിന്റിലാണ് റിയാലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സംഭവത്തിന്റെ ചുരുൾ അഴിക്കുന്നത് ഏത് പോയിന്റിലാണ്, അതിനോടനുബന്ധിച്ചാണ് വിജയരാഘവൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഈ സംഭവത്തെ കുറിച്ച് വരുന്നത്. അപ്പൊ ആ ക്ലാരിറ്റി കൂടിയ സ്ഥലവും ക്ലാരിറ്റി കുറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ ആസിഫ് അലിക്ക് അറിയാം. കാരണം ആസിഫ് അലി ഇതൊന്നും രണ്ടും തവണയല്ല കാണുന്നത്, ഇതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ ലൂപ്പ്. അതും ആ ലൂപ്പിന് പുറത്തു നിന്നുകൊണ്ട് തന്റെ അച്ഛൻ പിടിക്കപ്പെട്ടാലും താൻ സേഫ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ആസിഫ് പോലീസിനെ അവിടെ അയച്ചിട്ടുണ്ടാവുക. കാരണം നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കയ്യകലത്തിലാണ് ആ ഗൺ അവിടെ ഇരിക്കുന്നത്. അത് ഗണ്ണ് ചിലപ്പോൾ പിടിക്കപ്പെട്ട ആസിഫ് സേഫ്, പിടിക്കപ്പെട്ടില്ലേലും ആസിഫ് സേഫ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ആസിഫിന് അത് അറിയില്ലായിരുന്നല്ലോ എന്നാണ്. പക്ഷെ ഈ ലൂപ്പ് കണ്ടിട്ടുള്ള ആസിഫിന് വ്യക്തമായിട്ട് അറിയാം അവിടെ ഗണ്ണിരിപ്പുണ്ടെന്നുള്ള കാര്യം. എത്ര മറച്ചു വെച്ചാലും ആ ഗണ്ണിന് മറിഞ്ഞിരിക്കാൻ പറ്റൂല. കാരണം രണ്ട് തവണയാണ് അപർണ ഈ റൂമിലേക്ക് കയറുന്നത്. ഈ റൂമിലേക്ക് കയറാനുണ്ടായ സാഹചര്യം അവൾക്ക് 2 തവണയെ കിട്ടുന്നുള്ളൂ. ആദ്യത്തെ തവണ അവൾ കയറുന്നു, 2ാമത്തെ തവണ കയറുമ്പോൾ തന്നെ അവളുടെ കൈകളിലേക്ക്, അതും അത്രയും സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷനിൽ അവളുടെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അവളുടെ കൈകളിലേക്ക് ഈ ഗൺ എത്തിപ്പെടുന്നുണ്ട് സിമ്പിൾ ആയിട്ട്. അപ്പം ഇത്രയും ലൂപ്പുകൾ കണ്ട ആസിഫിന്റെ കൈകളിൽ അല്ലെങ്കിൽ കണ്ണുകളിൽ ആ ഗണ്ണിന്റെ സ്ഥാനം വ്യക്തമായിട്ട് അറിയാം. അപ്പോ വിജയരാഘവൻ ഈ സമയത്ത് ട്രാപ്പിലാകാൻ വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഈ ലൂപ്പില് ഈ വിജയരാഘവൻ ശരിക്കും പറഞ്ഞ ആ ഒരു ടൈമിൽ വീക്ക് പോയിന്റിലാണ് നിൽക്കുന്നത്. അതായത് വിജയരാഘവന് ഈ രഹസ്യത്തിന്റെ ചുരുൾ അഴിച്ചിട്ടില്ല. അപ്പം ചുരുൾ അഴിക്കുന്നതിന് മുമ്പ് വിജയരാഘവൻ ശരിക്കും വിചാരിക്കുന്നത് വിജയരാഘവൻ ചെയ്ത ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ വിജയരാഘവൻ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പോലീസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഗൺ വെച്ച് സറണ്ടർ ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ ഗൺ കണ്ടെത്തിയതിനു ശേഷം സറണ്ടർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ വിജയരാഘവൻ സമ്മതിക്കുക അത് ഞാൻ ചെയ്ത കൊലപാതകം എന്നായിരിക്കും. തീർച്ചയായിട്ടും അവിടെ സേഫ് ആകുക ആസിഫാണ്. പിന്നെ നമ്മള് ആസിഫ് അലീനെ പലയിടത്തും വെച്ച് നമുക്ക് കാണാൻ പറ്റും അപർണയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ചുരുളഴിപ്പിക്കുന്നത്. അതായത് അപർണ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ഒരു നല്ല പാസ്റ്റ് ഉള്ള ഒരാളായിട്ട് ഈ സിനിമയിൽ കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്ക് ഹിസ്റ്ററി അപർണയുടെ അറിയില്ല. കുറച്ചു കാര്യങ്ങൾ വെച്ച് മാത്രമാണ് അപർണയുടെ ബാക്ക് ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റുക. അപർണ ഒരു അറേഞ്ച്ഡ് മാരേജിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അജയ് ചന്ദ്രൻ എന്ന് പറയുന്ന ആള് അപർണയ്ക്ക്. അവര് കല്യാണത്തിന് മുമ്പ് വല്ലതും സംസാരിച്ച് കാണും. അതിനപ്പുറത്തേക്കൊരു ബന്ധം ഈ സിനിമയില് അവര് തമ്മിൽ കാണുന്നില്ല. അപർണ ബാംഗ്ലൂരിൽ IT ഫീൽഡിലായിരുന്നു. അവിടുന്ന് അത് മടുത്തപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരെ കുറിച്ച്. അത് മടുത്തപ്പോൾ അവർ IT ഫീൽഡ് വിട്ടു. അതിനുശേഷം അവർ MSW എടുത്തു. കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ. MSW എടുക്കുന്നു. അവിടെയും അവര് കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. കാരണം അവർ അതിനുശേഷം സിലബസ് മേക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം എക്സ്പീരിയൻസ് ഇല്ലാതെ സിലബസ് മേക്കിങ്ങിലേക്ക് പോകാൻ പറ്റൂല. അപ്പം അങ്ങനെ സിലബസ് മേക്കിങ്ങിലേക്കൊക്കെ പോകുന്നു. അതിനുശേഷം അവര് പിന്നെ ചെയ്യുന്നത് കുറച്ച് ഡ്രാമ, അതുപോലെ തന്നെ കുറച്ച് കറക്കം, ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പൊ അവർക്ക് ആ MSWന്റെ പശ്ചാത്തലം ഇട്ടുകൊടുത്തത് ചിലപ്പം ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ചുരുളഴിക്കാനുള്ള അവരുടെ കഴിവിനെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവര് 30+ ഉള്ള ഒരു സ്ത്രീയായിട്ടാണ് കാണേണ്ടത്. അവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഞാൻ ഇവിടെ ഒരു വെക്കേഷന് വന്നതല്ല, അവരൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ് വിചാരിച്ച് തന്നെ വന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവരെ ഈസിലി ആ ഒരു സാധനത്തിലേക്ക്, ആ കൺസേൺഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് ഈസിലി വലിച്ചിടാൻ പറ്റുന്നതും. അപ്പൊ ഈ വ്യക്തിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് അപ്പുറത്ത് ആസിഫ് നിൽക്കുന്നത്. കാരണം ആസിഫ് അഴിച്ചു വിടുകയാണ്. ശരിക്കും അപർണ ഈ സെർച്ച് സ്വന്തമായിട്ട് എടുത്ത് ചെയ്യുന്നതല്ല, ആസിഫ് അവരെ അഴിച്ചു വിടുകയാണ്. കാരണം ആസിഫിന് അപ്പുറത്ത് ഒരു ദുരുദ്ദേശങ്ങളും ഇല്ലാതെ ആസിഫിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെ ആസിഫിന് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ മുന്നിലേക്ക് എല്ലാ സാഹചര്യങ്ങളും ആസിഫ് തുറന്നു വെച്ചു കൊടുക്കുകയാണ്. ആസിഫിന് തടയാൻ പറ്റുന്ന കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന്, കല്യാണം കഴിഞ്ഞു വരുന്ന ദിവസം, വിജയരാഘവൻ പറയുന്ന ഒരു കാര്യം രാത്രിയില് മണിയനെയും കൂട്ടരെയും വിളിക്കും.
സമ്മതിക്കണം നാളെ മരത്തിൽ കയറാനെന്ന് പറയുമ്പോൾ ആസിഫ് പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുന്നുണ്ട് മണിയനും കൂട്ടരും അവിടെ വന്ന് നിൽക്കുന്നത്. അതായത് വിജയരാഘവൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് അപർണയുടെ ഒരു ഡയലോഗിൽ തന്നെയുണ്ട്, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹർജി പോവില്ലല്ലോ. വിജയരാഘവൻ അതായത് അപ്പുപിള്ള എന്ത് പറയുന്നോ അത് അജയ് ചന്ദ്രൻ ചെയ്തിരിക്കും. അങ്ങനെയാണ് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാകുന്നത്. പക്ഷെ ഇതേ ആള് വിജയരാഘവൻ കണ്ടിന്യൂസ്ലി പറയുകയാണ്, നീ ആ ഡോറ് ശരിയാക്കി തരണം എന്ന്. എന്റെ ഡോറ് കേടായിരിക്കുകയാണ്, അതിനെ ആശാരിയെ വിളിക്കണം എന്ന്. പക്ഷെ അജയ് ചന്ദ്രൻ ആ കാര്യം പെൻഡിങ്ങിൽ വെക്കുകയാണ്. അതിന് പല റീസൺസും പറയുന്നുണ്ട്. പല റീസൺ എന്ന് പറഞ്ഞാൽ ഒരു തവണ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കിട്ടിയില്ല, രാത്രിയിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, പകൽ വിളിച്ചാൽ കിട്ടുന്നില്ല, അവർ വരുന്നില്ല എന്നൊക്കെ. ഇത്രയും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മകൻ ഈ ഒരു കാര്യം മാത്രം സ്കിപ്പ് അടിച്ച് നിൽക്കുകയാണ്. അപ്പം ഓർക്കണം, ഇത് ഒരു തവണത്തെ ലൂപ്പിലല്ല, ഇത് കണ്ടിന്യൂസ്ലി ആ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നുണ്ടാവാം. എന്നിട്ട് പോലും ആ ഡോറ് അവിടെ ഓപ്പൺ ആയി കിടക്കുകയായിരുന്നിരിക്കാം. അത് അജയ് ചന്ദ്രന്റെ ആ റൂമിന് വേണ്ടിയുള്ള ആക്സസിബിലിറ്റിക്കും കൂടി ആയിരിക്കാം അത് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിരുന്നത്. അത് അപർണയ്ക്ക് വേണ്ടി അജയ് ചന്ദ്രൻ തുറന്നിടുകയാണ്. അപർണ അവിടെ കയറിയെന്ന് അറിഞ്ഞിട്ട് പോലും അതിനൊരു ലോക്ക് വെക്കാൻ അപർണയോട് പറയുന്നുണ്ട്, അച്ഛൻ അറിയാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ലോക്ക് വെക്കാൻ അജയ് ചന്ദ്രൻ തയ്യാറാവുന്നില്ല. അപ്പോ ഈ അപർണയുടെ ഫൈൻഡിങ്സിലേക്ക് അപർണയെ എത്തിക്കാൻ ലീഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അജയ് ചന്ദ്രനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് തോന്നാം എന്തുകൊണ്ട് അജയ് ചന്ദ്രൻ അപർണയെ ഇതിലേക്ക് ലീഡ് ചെയ്യിച്ചു എന്നുള്ളത്. കാരണം ഈ രഹസ്യങ്ങളൊന്നും ഒരിക്കലും രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങളാവും. ആ പരസ്യങ്ങളാകുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാനിയനെ, അതായത് ഈ ക്രൈമിനൊരു കമ്പാനിയനെ, ഇനിയും താൻ അകത്തു പോയാലും പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യാൻ ഒരു കമ്പാനിയനെ ഉണ്ടാക്കുകയാണ് ആസിഫ് അലി ഇതിലൂടെ ചെയ്തത്. അതൊരു കാരണമായിരിക്കാം, മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. മാത്രമല്ല കൂടെ ജീവിക്കുന്ന ആളെ ആസിഫ് അലിയുടെ നിസ്സഹായാവസ്ഥ അറിഞ്ഞ് അത് കണ്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാക്കി മേക്ക് ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ ലാസ്റ്റ് സീനിൽ കുട്ടിയെ കാണാൻ പോകുമ്പോൾ ആസിഫ് അലി അഭിനയിക്കുന്ന കൂട്ടത്തിൽ തന്നെ അഭിനയിച്ച് ബ്രദർ ഇൻ ലോയുടെ കൂടെ അപർണയെ ഇരിക്കുന്നത്. അവിടെയാണല്ലോ കൺസേൺസിനെ കുറിച്ചൊക്കെ അപർണ സംസാരിക്കുന്നതും. ഇനി നമുക്ക് പറയാനുള്ളത് അജയ് ചന്ദ്രന് കുട്ടിയെ നഷ്ടപ്പെട്ട ദിവസത്തെ കുറിച്ചാണ്, അതിന്റെ ഡേറ്റിനെ കുറിച്ചാണ്. ആ ഡേറ്റ് ശരിക്കും 20-ാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിലെല്ലാം കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അപർണയോട് പിറന്നാളിന്റെ അന്നാണ് ചച്ചുവിനെ കാണാതായതെന്ന് അജയ് ചന്ദ്രൻ പറയണം. ഇത്രയും കയറി ഇറങ്ങി ലൂപ്പുകളും കണ്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം കേസും ഫയൽ ചെയ്തിട്ടുള്ള ഒരാള് എല്ലായിടത്തും പറഞ്ഞ സത്യത്തിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അപർണയോട് അത് 19-ാം തീയതി എന്ന് പറയണം, അതായത് പിറന്നാളിന്റെ അന്ന് എന്ന് പറയണം. ചച്ചുവിന്റെ പിറന്നാള് 19-ാം തീയതി ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചച്ചുവിനെ കാണാതെ പോയത് പിറന്നാളിന്റെ അന്നാണെന്ന് പറയുന്നു. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് 20-ാം തീയതി രാത്രിയാണ്. അതുതന്നെയാണ് അപർണ ഉപയോഗിക്കുന്ന കാര്യവും. അതായത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് അജയ് ചന്ദ്രനോട് ചോദിക്കുന്ന ആ ചോദ്യവും അവിടെ തന്നെയാണുള്ളത്. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വിട്ടുപോയിട്ടുണ്ട്. കാരണം 19-ാം തീയതി നഷ്ടപ്പെട്ട കുട്ടീനെ നിങ്ങൾ എന്തുകൊണ്ട് 20-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത് 20-ാം തീയതിയാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്നതും ഒരു വലിയ വൈഡായിട്ടുള്ള ഓപ്പൺ ആണ് വാതിലിന്റെ. അജയ് ചന്ദ്രൻ രഹസ്യങ്ങളിലേക്ക് അവളെ ആനയിച്ച് കയറ്റുകയാണ്. ഈ കാര്യം ശരിക്കും പറഞ്ഞാൽ അപ്പുപിള്ള കത്തിക്കുന്ന പേപ്പറുകളിലൂടെയാണ് അവൾ അറിയുന്നത്. ഇനി അവള് പോയി തിരക്കിയാലും ഇതൊക്കെ തന്നെ അറിയും. എവിടെയെങ്കിലും അവൾക്ക് സംശയം മുട്ടിട്ടാൽ അവളും അപ്പുപിള്ളയെ പോലെ അന്വേഷണത്തിന് മുതിർന്നാൽ ഇത് തന്നെയായിരിക്കും അവൾ അറിയുക. അവിടെയും ഈ 2 ബുള്ളറ്റിൽ ഒരു ബുള്ളറ്റ് കാണാതായതിന് അപ്പുപിള്ള തന്നെയാണ് ഉത്തരം പറയേണ്ടി വരുന്നത്. കാരണം ഓരോന്നായിട്ട് ചുരുളഴിയുമ്പോഴും അവസാനത്തെ സീനിൽ ഇതൊക്കെ റിവീൽ ചെയ്യുന്ന സീനിൽ നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പല കള്ളങ്ങളിലൂടെയാണ് ആസിഫ് മുഴുവൻ കള്ളത്തിലേക്ക് എത്തുന്നത്. വിജയരാഘവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരുമ്പോ അപർണ റൂമിൽ കയറിയതിന് വിജയരാഘവൻ ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. അപ്പോ ആസിഫ് അലി ഇതുപോലെ അപർണേനെ നോക്കുന്നുണ്ട്. അതിനുശേഷം റൂമിലേക്ക് വരുമ്പോ അപർണ പറയുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കാരണം അപർണയ്ക്ക് കാര്യങ്ങൾ ഒരുവിധം വെളിവായി. അതായത് വിജയരാഘവൻ തന്നെ കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞ സാധനത്തിൽ നിന്നുള്ള തെളിവുകളൊക്കെ എടുത്തു വെച്ച് നിവർത്തിയപ്പോ അത് ആസിഫ് അലിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ആസിഫ് അലി വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ പോകേണ്ടത്, അല്ലാതെ അപർണ വിചാരിക്കുന്നത് പോലെയല്ല. സത്യത്തിലേക്കല്ല പോകേണ്ടത്, ആസിഫ് അലിയുടെ സത്യത്തിലേക്കാണ്. ആസിഫ് അലി ഉണ്ടാക്കുന്ന സത്യത്തിലേക്കാണ് അപർണ പോകേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്. അവിടുന്ന് നേരെ അപർണ തോക്കെടുത്ത് കാണിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന അപ്പുപിള്ളയുടെ ഗണ്ണ് അപർണ എടുത്ത് മാറ്റി വെച്ചത് എടുത്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. സോറി, ഞാൻ ചെയ്ത് തെറ്റായി പോയി, ഞാൻ അച്ഛനെ അങ്ങനെ ഒരു കണ്ടീഷനിൽ കണ്ടോണ്ടാണ് അച്ഛന്റെ റൂമിൽ കയറിയതിനൊക്കെ നിന്നെ വഴക്ക് പറഞ്ഞത്, ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ അപർണ കാര്യത്തിലേക്ക് പിന്നെയും കടക്കുകയാണ്. ഇതുപോലെ 2 ബുള്ളറ്റ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്, അച്ഛൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് സുമദത്തൻ പറഞ്ഞതുപോലെ കുരങ്ങിനെ എയിം ചെയ്തതാണ്. ഈവൻ സുമദത്തനെ കാണാൻ പോകുന്നത്
പോലും അപർണയുടെ നിർബന്ധപ്രകാരമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സുമദത്തൻ പറഞ്ഞില്ലായിരുന്നു ഒരു തവണയാണ് ഗണ്ണ് ഉപയോഗിച്ചത്, അതായത് ഒരു ബുള്ളറ്റ് മാത്രമേ പോയിട്ടുള്ളൂ എന്ന്. അപ്പൊ മറ്റേ ബുള്ളറ്റ് എവിടെ? അതുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ അച്ഛന് വ്യക്തമായ അറിവുണ്ട് എന്ന് അപർണ പറയുകയാണ്. അപ്പോ ആസിഫ് അലി ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഞാൻ എന്താണ് ചോദിക്കേണ്ടത്, അപ്പുറത്ത് നിൽക്കുന്നത് എന്റെ അച്ഛനല്ലേ എന്ന്. അതായത് അച്ഛന്റെ തലയിലേക്ക് കംപ്ലീറ്റ്ലി എടുത്തു വെക്കുകയാണ്. അച്ഛൻ അങ്ങനെ ചെയ്തു പോയതിൽ ക്ഷമിച്ചൂടെ എന്നുള്ള ഒരു ഭാവനയിലേക്ക് ഈ സാധനത്തെ എത്തിക്കുകയാണ്. അവിടെ ഈ സ്റ്റോറി തീരേണ്ടതാണ്, അപർണയുടെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരുന്നെങ്കിൽ. പക്ഷേ അപർണ വീണ്ടും ചോദിക്കുകയാണ്, ആരൊക്കെയാണെങ്കിലും ഇതുപോലെ ചച്ചു എന്നുള്ള ഒരാള് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ എന്നുള്ളത്. അപർണ തോക്കെടുത്ത് കാണിക്കുമ്പോൾ അയാളുടെ ഇമോഷണലി അയാള് വൾണറബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ തോക്ക് കണ്ടതും അയാള് സറണ്ടർ ആവുന്നു. അതിനുശേഷം അപർണ വീണ്ടും പറയാണ്, ഇനിയും അച്ഛനാണെങ്കിൽ നമുക്ക് അന്വേഷിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം അയാൾ പറയാണ്, ഇതുപോലെ അച്ഛനെ അങ്ങനെ ഒരു കണ്ടീഷനിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് പറയുന്നു. അതിനുശേഷം ഇവള് പറയാണ്, ഞാൻ ഇവിടേക്ക് വന്നത് ഒരു വെക്കേഷന് വന്നതുമല്ല, ഐ ബിലീവ് ഐ ബിലോങ് ഹിയർ എന്ന് പറയുന്നു. ആ സമയത്ത് അവർ പറയുന്നു, നമുക്കിപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ ഈ രഹസ്യം അറിയാമെങ്കിൽ നമുക്കത് അന്വേഷിക്കണ്ടേ, അതിലെവിടെയോ അച്ഛൻ മറന്നു കളയാൻ ശ്രമിക്കുന്ന എന്തോ കാര്യത്തില്, അല്ലെങ്കിൽ അങ്ങനെ മറന്നു കളയാൻ പ്രിറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന, അറിയില്ല എന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന ഏതോ സംഭവത്തിൽ ചച്ചുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിലോ എന്ന് പറയുമ്പോൾ ഈ പുള്ളി അജയ് ചന്ദ്രൻ എന്ന് പറയുന്ന ആള് വീണ്ടും അച്ഛനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോവുകയാണ്. അതായത് അച്ഛനും നിന്നെ പോലെ തന്നെ അന്വേഷിക്കുകയാണ് ഇതുപോലെ ചച്ചുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അച്ഛനും അറിയില്ല ചച്ചുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് തന്നെയാണ് അജയ് ചന്ദ്രൻ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ പറയുന്ന ഡയലോഗ്സ് എല്ലാം അച്ഛൻ ഇതിനകത്ത് അച്ഛന്റെ കൈ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കുകയാണ് എന്ന് പറയാണ്. അതായത് ഇപ്പം ഈ നക്സലിന്റെ കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനു മുന്നേ കാണാൻ പറ്റും, അപർണ ചോദിച്ചിട്ടല്ല അജയ് ചന്ദ്രൻ പറയുന്നത്, അജയ് ചന്ദ്രനായിട്ട് അങ്ങോട്ട് പറയുകയാണ്, വെറുതെ കാഷ്വൽ ആയിട്ട് അച്ഛന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണ്. അപ്പോ ഇങ്ങനൊരു കാര്യം അജയ് ചന്ദ്രൻ അപർണയെ ധരിപ്പിക്കുകയാണ് ഈ ഇമോഷണൽ സീനിൽ. അപ്പോൾ അച്ഛനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന്. അപ്പം പറ്റിക്കഴിഞ്ഞിട്ട് നമ്മളിൽ നിന്നല്ല അച്ഛൻ ഇത് മറയ്ക്കുന്നത്, സ്വയം മറയ്ക്കുകയാണ്. അത് കഴിയുമ്പോൾ അത് വീണ്ടും ലൂപ്പിലേക്ക് പോയി അച്ഛൻ വീണ്ടും അന്വേഷിച്ചിറങ്ങുന്നു. അത് കണ്ടെത്തി കഴിയുമ്പോൾ അച്ഛൻ അത് മറയ്ക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ അച്ഛൻ എന്നുള്ള അപ്പുപിള്ള എന്നുള്ള ഒരാളിലേക്കാണ് അജയ് ചന്ദ്രൻ വിരൽ ചൂണ്ടി വളരെ ലാഘവത്തോടുകൂടി ഇമോഷണലി ശരിക്കും അപർണയെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഡയലോഗ്സ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പൊ രണ്ടാമത്തെ, അതായത് ഈ ഒരു സെക്ഷൻ തുടങ്ങിയിട്ട്, ഈ ഒരു സീൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ തവണയാണ്. ആദ്യമേ ദേഷ്യപ്പെടുന്നു, പിന്നെ സറണ്ടർ ആകുന്നു, പിന്നെ അവിടെ നിന്ന് വീണ്ടും മറ്റൊരു കഥയിലേക്ക്, അച്ഛൻ ഇതുപോലെ അന്വേഷിക്കുകയാണെന്നുള്ള കഥയിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റോറിയിലേക്ക് വരാം. അതായത് അപർണയെ ധരിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സ്വന്തം ഭാര്യയുടെ കൈകൊണ്ടാണ് മകൻ മരിച്ചത് എന്ന് പറഞ്ഞ സ്റ്റോറിയിലേക്ക് വരാം. അവിടെ ഈ സ്റ്റോറി പറയുന്നത് അജയ് ചന്ദ്രനാണ്. ഇതാർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സ്റ്റോറിയാണ്, ആരുമില്ല തെളിവിനായിട്ട്. അപ്പുപിള്ള ഈ തെളിവുകൾ കത്തിക്കുന്ന ഒരു ദിവസം അജയ് ചന്ദ്രൻ ചെന്ന് നിൽക്കുമ്പോ അപ്പുപിള്ള പറയുന്നുണ്ട്, ഇതാരുടെ കൈകൊണ്ട് അബദ്ധം സംഭവിച്ചാലും പോലീസ് കേസ് ഒക്കെ ആവുമ്പോ പ്രശ്നമാവും, പിന്നെ അവൾക്ക് ഇനി ഇങ്ങനെ ഒരു കാര്യം താങ്ങാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ നിന്നെ ഒരു കുറ്റാരോപിതനായി കാണാൻ ഇനി എനിക്ക് കഴിയില്ല എന്നാണ്. അതായത് അജയ് ചന്ദ്രന്റെ ഭാര്യ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി ആസിഫ് അലി അല്ലെങ്കിൽ അജയ് ചന്ദ്രനിലേക്കാണ് അപ്പുപിള്ള പോലും വിരൽ ചൂണ്ടത്. പിന്നെ പല സീനുകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് അജയ് ചന്ദ്രൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആ സ്ഥലത്തെ മണ്ണിനെയാണ്. ചിലപ്പോൾ മണ്ണിലായിരിക്കാം മറവ് ചെയ്തിട്ടുണ്ടാവുക, അത് എവിടെ വേണമെങ്കിലാകാം. അതിനി അപ്പുപിള്ളയാണ് മറവ് ചെയ്തെങ്കിലും ആസിഫാണ് മറവ് ചെയ്തെങ്കിലും അതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ്. അപ്പൊ ഈ കഥയില് ആസിഫ് അലി തന്നെ പറഞ്ഞുണ്ടാക്കിയ ഈ കഥയില് അപർണ കൺവിൻസ്ഡ് ആകുകയാണ്. ആ കൺവിൻസ്ഡ് ആയ അപർണയിലേക്ക് അടുത്ത ജീവിതത്തിന്റെ അടുത്ത ചക്രത്തിന്റെ ഭാരങ്ങളെല്ലാം എടുത്ത് ആസിഫ് അലി ഒരു കൂട്ടുപങ്കാളിയെ പോലെ കൊണ്ടുപോവുകയാണ്. ഓർക്കണം, വെറും 2 മാസത്തെ കാലയളവിലായിരിക്കാം ഈ കഥ നടന്നിട്ടുണ്ടാവുക. കാരണം അപർണ വരുമ്പോ, അപർണ കല്യാണം കഴിച്ചു വരുമ്പോ ഇതുപോലെ ആസിഫ് അലിയുടെ മുൻ ഭാര്യയുടെ ബ്രദർ അവിടെ വന്ന് പറയുന്നുണ്ട്, എനിക്ക് 2 മാസത്തെ ലീവാണുള്ളത് തിരിച്ചു പോകാൻ വേണ്ടി. അപ്പൊ അതിനോടടയ്ക്ക് ഒരു ഡെഡ് ബോഡി കാണാൻ ഇവർ പോകുന്നുണ്ട് കുട്ടിയുടെ എന്ന് വിചാരിച്ച്. അപ്പോ അതിനുശേഷവും ഏറ്റവും ലാസ്റ്റത്തെ സീനിലും നമ്മൾ കാണുന്നത് ഒരു കുട്ടീനെ കാണാൻ വേണ്ടിയാണ് ഇവർ പോകുന്നതെന്ന്. അപ്പൊ 2 മാസത്തെ അവധി തീർന്നിട്ടുണ്ടായെങ്കിൽ ആ വ്യക്തി അവിടെ കാണില്ല ആസിഫ് അലിയുടെ കൂടെ പോകാൻ. അതിനർത്ഥം അദ്ദേഹത്തിന്റെ അവധി തീർന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും സമയം കൊണ്ട് തന്നെ ആസിഫ് അലിയുടെ ക്രൈമിന് കൂട്ടായി ഒരാളെ ഉണ്ടാക്കിയെടുത്തു. അതും സ്വയം ബ്രില്യന്റ് എന്ന് വിചാരിക്കുന്ന, ഇൻഡിപെൻഡന്റ് ആയിട്ട്
നടന്നിരുന്ന ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി സ്ലേവ് ആക്കി അജയ് ചന്ദ്രൻ മാറ്റി തീർത്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനായി ചമഞ്ഞ് ജീവിക്കുകയാണ് അജയ് ചന്ദ്രൻ ചെയ്യുന്നത്. ഈ നല്ലവനായി ചമയുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യവും കൊണ്ടുണ്ട്. ആസിഫ് പറയുന്നുണ്ട് ആസിഫിന്റെ വൈഫിനെ ആസിഫ് സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ മകനെ സ്നേഹിച്ചിരുന്നു, നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെല്ലാം അപർണ എന്ന് പറയുന്ന വ്യക്തിയോട് പറയുന്നതാണ്. പിന്നെ കുറച്ച് വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ ഓപ്പൺ ചെയ്തു കൊടുത്ത്, അതായത് ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അപർണയെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് അയാളുടെ കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോ ലാപ്ടോപ്പ് മൊബൈലൊക്കെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ രണ്ടാമൊന്ന് ആലോചിക്കും, പക്ഷെ അതൊന്നുമില്ലാതെ അയാള് ആ ലാപ്ടോപ്പ് ഒക്കെ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അപർണയ്ക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം ഇയാളുടെ മേലെ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇയാളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് അപർണ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇയാളെ കുറ്റക്കാരനാക്കി ചിന്തിക്കാൻ അപർണയ്ക്കാവില്ല. പിന്നെ കുറ്റം തെളിയുമ്പോൾ നിസ്സഹായനായി പോയി എന്നുള്ള ഒരു കഥ കെട്ടിച്ചമച്ച് അപർണയോട് പറഞ്ഞതായിരിക്കാം. ഇവിടെ നമുക്ക് ആർക്കും അറിയില്ല ശരിക്കും എന്താ സംഭവിച്ചത്. കാരണം ആസിഫ് പറഞ്ഞ കഥ മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ അപർണ വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ അജയ് ചന്ദ്രൻ കുടുങ്ങുകയാണ്. അജയ് ചന്ദ്രൻ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്, അതായത് അജയ് ചന്ദ്രൻ ഇൻവോൾവ് ആയിട്ടുള്ള ആ സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. ചച്ചു മിസ്സിംഗ് ആയ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അവിടെ അജയ് ചന്ദ്രൻ പറയുന്നുണ്ട്, ഇതുപോലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അജയ് ചന്ദ്രൻ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ വെച്ച് തിരിച്ചു വരുമ്പോൾ കാണുന്നത് മകൻ മരിച്ചു കിടക്കുന്നതാണ്. അടുത്ത് ബുള്ളറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വൈഫും വയ്യാതെ കിടപ്പുണ്ട്. ഐ മീൻ ഇമോഷണലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ആ സമയത്ത് അജയ് ചന്ദ്രൻ വരുമ്പോൾ വൈഫ് പറയുന്നു, ഇതുപോലെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, വലിച്ചപ്പോ കുട്ടി തന്നില്ല ഗണ്ണ്, അപ്പോൾ അറിയാതെ അബദ്ധം പറ്റിപ്പോയി എന്ന്. അപ്പോ അജയ് ചന്ദ്രൻ അപ്പനെ കാണാൻ പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. അപ്പനെ കാണാൻ പോകുമ്പോൾ അച്ഛ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അപ്പുപിള്ള, അതായത് വിജയരാഘവൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകാനുള്ള കേസാണെങ്കിൽ എനിക്ക് സമ്മതമല്ല. അത്രയും വളരെ കാമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. ആ മനുഷ്യൻ അങ്ങനെ ആദ്യമേ ഇത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആദ്യമേ ഒരു തവണ ഇവരിതിനെ കുറിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും ചോറ് വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്നത്. നേരെ തിരിച്ച് ഈ സീനിനകത്ത് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതാണെങ്കിൽ വേണ്ട കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന്. അപ്പം അങ്ങനെ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആരും അറിയാതെ ഒരു ഡോക്ടറിനെ സമീപിക്കാനോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോ അച്ഛന്റെ അരികിലേക്ക് ആസിഫ് അലി വരുന്നുണ്ട്. പക്ഷേ അച്ഛൻ എന്തോ പറഞ്ഞിട്ട് പോകുന്നു. അച്ഛന് മറവിയുണ്ടെന്ന് നമ്മൾ അവിടെ ഒരു സീനിലൂടെ കാണിക്കുന്നു. അതിനുശേഷം ആസിഫ് അലി തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഭാര്യ പെയിൻ കില്ലേഴ്സ് എടുത്തിട്ട് കിടക്കുകയാണ്. അങ്ങനെ ആസിഫ് അലി റൂം പൂട്ടിയിട്ടിട്ട് ഭാര്യനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോ അവർ വിചാരിച്ചു, ഇതുപോലെ നോക്കിയ ഡോക്ടർ വിചാരിക്കുന്നുണ്ട് ഇതൊരു സൂയിസൈഡ് കേസ് ആണെന്ന്. അപ്പോ ആസിഫ് അലി പറയുന്നുണ്ട്, ഇതുപോലെ കീമോ ചെയ്യുന്ന ആളാണ്, അങ്ങനെ പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിച്ചതാണ് എന്നുള്ള രീതിയിൽ അതിനെ തിരിക്കുന്നുണ്ട്. ശരിക്കും അതുപോലും ഒരു മാനിപ്പുലേഷൻ ആയിട്ട് മാറാം വേണമെന്നുണ്ടെങ്കിൽ. കാരണം ഈ ഒരാള് ഇത്രയും രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ്. അപ്പം അവിടെ വെച്ച് ഇതുപോലെ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പറയുന്നു. പക്ഷെ ഇതുപോലെ കീമോ എടുത്തു എന്ന് പറയുമ്പോൾ, കീമോ എടുക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ അവര് ഓക്കെ ഫൈൻ, നിങ്ങൾ റിപ്പോർട്ടൊക്കെ കൊണ്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വിടുന്നു. നേരെ തിരിച്ച് വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരികയാണ്. ആ സീനിലൊക്കെ അജയ് ചന്ദ്രനായിട്ട് മാറുന്ന ആസിഫ് അലി ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് ഒക്കെയാണ് നമുക്ക് ആക്ടിങ്ങിലൂടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തുമ്പോൾ കുട്ടിയില്ല, അച്ഛൻ അവിടെ കൂടെ കഞ്ഞിയൊക്കെ കുടിച്ച് നടക്കുന്നു. ഇതാണ് ആസിഫ് അലി ആ സംഭവം അവസാനം അപർണയോട് തുറന്നു പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. ആസിഫ് അലി എന്ന് പറയുന്ന ഒരാള് മാത്രമാണ് ഈ സ്റ്റോറി നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇയാൾ കള്ളമാണ് പറഞ്ഞതെങ്കിൽ അതും നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിന് വേറെ തെളിവുകളൊന്നുമില്ല. വിജയരാഘവൻ കംപ്ലീറ്റ്ലി മറവിക്ക് കീഴടങ്ങി ഒരു ലൂപ്പിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അവസാനം ഈ സാധനങ്ങൾ ലൂപ്പിലെടുത്ത് വെച്ച് കത്തിക്കുന്ന ഒരു ദിവസം ആസിഫ് അലി പുറകെ വന്ന് നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ആർക്കും ഉപകാരമില്ലാത്ത സത്യങ്ങൾ കത്തിപ്പോട്ടെ എന്ന്. കാരണം ആ മനുഷ്യൻ ഇത് തിരിച്ചറിയുമ്പോൾ ഒരിക്കലും ഇത് ആ മനുഷ്യൻ പുറത്തു പറയുകയില്ല. തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണെങ്കിൽ ആ മനുഷ്യൻ വിചാരിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ് ഈ ബുള്ളറ്റ് യൂസ് ചെയ്തിരിക്കുന്നതെന്നും കൂടിയാണ്. അപ്പോ ഈ രണ്ട് സ്ഥലത്തും ആസിഫ് അലി സേഫ് ആണ്. ഇനിയും അച്ഛൻ ഈ തിരിച്ചറിയാത്ത സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ആണെങ്കിൽ ആസിഫ് അലിയുടെ തലേന്ന് ഈ ബാധ്യതയും കൊഴിയും. അതാണ് പലപ്പോഴും ആസിഫ് അലി കൊടുക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയുന്നത്. അത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ആസിഫ് അലി അല്ല അജയ് ചന്ദ്രനെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ ഈവൻ പോലീസ് ഓഫീസേഴ്സിന്റെ മുമ്പിലാണെങ്കിലും ആസിഫ് അലി റിവീൽ ചെയ്യാൻ നോക്കുന്നത് അപ്പനെയാണ്. അതുപോലെ തന്നെ അപർണയുടെ അരിക്കലാണ്
ആണെങ്കിലും അജയ് ചന്ദ്രൻ അപ്പുപിള്ളയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പുപിള്ളേനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഇവിടെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഈ സീനിന്റെ പകുതി ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെ രഹസ്യമായിട്ട് ഇതുപോലെ അപ്പുപിള്ളയ്ക്ക് മറവിയുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിരുന്നുവെങ്കിൽ, ഈ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ് കാണിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നുമില്ലാതെ അപ്പുപിള്ളയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഇതൊന്നും കാണിക്കാതെ അപ്പുപിള്ളയിലേക്ക് കംപ്ലീറ്റ്ലി ഒരു വിരൽ ചൂണ്ടലിന്റെ ഭാഗമായിട്ട് കൂടെയുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു സീനിലേക്ക് അജയ് ചന്ദ്രൻ കൊണ്ടുപോയത്. ഇവിടെ അജയ് ചന്ദ്രൻ രക്ഷിച്ചെടുക്കുന്ന അപ്പുപിള്ളേനെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും അജയ് ചന്ദ്രനാണ് ഇവിടെ രക്ഷകനായിട്ട് വരുന്നത്. ഇത് സക്സസ് ആയാലും ഇല്ലെങ്കിലും കുടുങ്ങുക അപ്പുപിള്ളയായിരിക്കും, ഒരിക്കലും അജയ് ചന്ദ്രനാവില്ല. സക്സസ് ആയെങ്കിൽ ഇവർ രണ്ടുപേരും രക്ഷപ്പെടും. കാരണം പിന്നെ അജയ് ചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അജയ് ചന്ദ്രൻ ഡെഡ് ബോഡി കാണാൻ പോകുന്ന സീന്, ഇതുപോലെ ഒരിടത്ത് തന്റെ മകന്റെ പോലെ സാമ്യം തോന്നിക്കുന്ന ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് അറിഞ്ഞിട്ട് അവിടേക്ക് പോകുന്ന സീൻ. ആ സീനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ എന്തോ ഗെയിമിനെ കുറിച്ച് അവൻ പറയുക, അപ്പോൾ എനിക്കതൊന്നും ഓർമ്മയില്ല, കാരണം എനിക്കതൊന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന്. അതിനകത്ത് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ള അർത്ഥം വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല എന്നും വേണമെങ്കിൽ വിചാരിക്കാം. അയാൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഇപ്പൊ തന്നെ അപർണയെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന കുറച്ച് വീഡിയോസ് അല്ലാതെ അയാളുടെ നല്ല ഓർമ്മകളൊന്നും കാണില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് ചിലപ്പോൾ മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് എടുത്തു വെച്ച വീഡിയോസും ആകാം. അത്രയും ക്രൂരമായിട്ട് ഞാൻ ചിന്തിക്കുന്നതല്ല, അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. അതിനുശേഷം ഇയാൾ ആ ഡെഡ് ബോഡി കാണാൻ പോകുമ്പോൾ ഇയാൾ ഭയങ്കര വേദനയോടെയാണ് ആ ഡെഡ് ബോഡിയുടെ അരികിലേക്ക് പോകുന്നത്. അതായത് ആസിഫ് അത് എത്ര മനോഹരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആ സ്ഥലത്ത് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അജയ് ചന്ദ്രൻ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അത്രയും നെഞ്ചു പൊട്ടിയാണ് ആ ഡെഡ് ബോഡി കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ആലോചിക്കാം. ഒന്ന്, നമ്മൾക്ക് ഈ കഥ മൊത്തം അറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് വിചാരിക്കാവത് അവരുടെ മകനാണെന്ന് അവർ വിചാരിച്ചിട്ടാണ് പോയി ഓപ്പൺ ചെയ്യുന്നതെന്ന്. രണ്ട്, ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കാം, തന്റെ മകനല്ല, പക്ഷെ മറ്റൊരു കുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്നതിന്റെ വിഷമമായിരിക്കാം. ഡെഡ് ബോഡി തന്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ കഥ മൊത്തം അറിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ സ്റ്റിൽ അയാൾ അവിടേക്ക് ചെന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. അതുവരെ അയാൾ നെഞ്ചു പൊട്ടിയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ അയാൾ കാമാകുകയാണ്. കാരണം ആ ഡെഡ് ബോഡി കണ്ടിട്ട് അയാൾ ഒരു റിയാക്ഷനും ഇടുന്നില്ല. അയാൾ റിലാക്സ്ഡ് ആകുകയാണ്. അയാൾ തിരിച്ചു വരുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്മൈല് മുഖത്ത് കീപ്പ് ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടിയാണ് അയാൾ ഇറങ്ങി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അയാളുടെ ബ്രദർ ഇൻ ലോയെ കാണിക്കാൻ വേണ്ടി അയാളുടെ ബ്രദർ ഇൻ ലോ അനുഭവിക്കുന്ന ഇമോഷൻസിന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് അയാൾ ചെയ്തത്. അപ്പോൾ അത്ര നല്ല വെടിപ്പുള്ള ആളല്ല അദ്ദേഹമെന്ന് നമുക്ക് ആ ഒരൊറ്റ സീൻ കൊണ്ട് മനസ്സിലാവും. പടം മുഴുവൻ കണ്ടതിന് ശേഷമേ മനസ്സിലാവുള്ളൂ അദ്ദേഹത്തിന്റെ അഭിനയ മികവ്, അജയ് ചന്ദ്രൻ എന്ന് പറയുന്ന കൾപ്രിറ്റിന്റെ അഭിനയ മികവ്. കൂടാതെ അപർണ അപ്പുപിള്ളയുടെ റൂം സെർച്ച് ചെയ്തിട്ട് മെഡിസിന്റെ ഒരു സ്ട്രിപ്പ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് ഇതുപോലെ ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണെന്ന് വന്ന് അവൾ പറയുന്നുണ്ട്. അപ്പൊ അജയ് ചന്ദ്രൻ അതെടുത്തിട്ട് ആ അച്ഛന് ചെറിയ ഓർമ്മക്കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. അതത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈവൻ ഡോക്ടറുടെ കാര്യം പോലും അന്നേരവും അപർണയോട് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മൾ പിന്നെ കാണുമ്പോൾ ഈ ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, മെഡിസിൻസ് ഒന്നുമില്ലാത്ത തെറാപ്പിയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ഈ മെഡിസിൻ അവിടെ വരാനുണ്ടായ കാരണം എന്താണ്? മെഡിസിൻ ഒന്നുമില്ല അജയ് ചന്ദ്രൻ വാങ്ങി അച്ഛന് കൊടുത്തിട്ട് കഴിക്കാൻ പറയുന്ന മെഡിസിൻ ആവാം, അല്ലെങ്കിൽ അപ്പുപിള്ള തനിയെ വാങ്ങിയതും ആകാം. പക്ഷെ അജയ് ചന്ദ്രന് വ്യക്തമായിട്ട് ആ മെഡിസിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പൊ അതിനർത്ഥം അജയ് ചന്ദ്രൻ വാങ്ങിക്കൊടുത്ത മെഡിസിൻ അപ്പുപിള്ള കഴിക്കുന്നുണ്ടെന്നാണ്. അപ്പം അപ്പുപിള്ള ട്രീറ്റ്മെന്റിന് വഴങ്ങാത്തവനൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാത്തതായിരിക്കാം. അവിടെ ഈ കുട്ടിയുടെ മരണവും അത് ഇവരുടെ കൈകൊണ്ടായിരിക്കില്ല, അത് തീർച്ചയായിട്ടും ആസിഫിന്റെ കൈകൊണ്ടാകാനാണ് ഇത്രയും കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുക. തനിക്കെതിരെ വരുന്ന എന്തിനേയും ട്രാപ്പിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ജീവിക്കുന്ന അജയ് ചന്ദ്രനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോ ഇതിലെ ശരിക്കും വില്ലനായിട്ട് എനിക്ക് തോന്നിയത് അജയ് ചന്ദ്രനാണ്. താങ്ക് യു.